ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു മൂടിയാണ് എടുത്തത്. നമ്മൾ ഇതേപോലത്തെ മൂടിയൊന്നും ഉണ്ടെങ്കിൽ കളയേണ്ട ഓരോരോ ആവശ്യങ്ങൾക്ക് എടുക്കുക കേട്ടോ. എന്താ കണ്ടോ, ഒരു സോപ്പിൻ്റെ സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കിച്ചൺ സിങ്കിൻ്റെ അടുത്ത്, ബേസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സോപ്പ് അലിഞ്ഞ് പോയില്ല. അതിനെയല്ല അവിടെ ഒക്കെ കിടന്നിട്ട് സോപ്പ് അലിഞ്ഞ് അവിടെ ഒന്നായിട്ട് നാശാവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാവേ. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളാണ് കേട്ടോ. ഇത് പാരസെറ്റമോളോ ആൻറ്റിബയോട്ടിക്കോ ഏതായാലും എല്ലാവരുടെ വീട്ടിലും കാണില്ല ഇതേപോലെ കുറച്ച് മൂലയിൽ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അതൊന്നും ഇനി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇടികല്ലുണ്ടെങ്കിൽ അതിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോപ്പും പൊടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് സോപ്പും പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടിച്ച് വെച്ച പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഓറഞ്ച് കളറായതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്തപ്പം മൊത്തത്തിൽ ഓറഞ്ച് കളറായിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. പുതപ്പാണ് ഇട്ടത്. അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നന്നായിട്ട് അഴുക്കൊക്കെ ഉള്ള ഡ്രസ്സുകൾ, അതേപോലെ കുട്ടികളെ യൂണിഫോമിൻ്റെ കോളറിലൊക്കെ ആണെങ്കിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ അത് നന്നായിട്ട് അഴുക്കുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗഡർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി നമ്മളെ ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ. നമ്മളെ ഡ്രസ്സിലുള്ള എല്ലാ അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ഫ്രഷ് ആയിരിക്കും അല്ലേ. 1-2 ദിവസം വെച്ച് കാണുമെങ്കിൽ ഒരു കറുപ്പ് കളറിൽ ഇങ്ങനെ ചേഞ്ചായി വരുന്നത് കാണാമല്ലേ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെളുത്തുള്ളി പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന്, ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ്, പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഞാനിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തൈരാണ് കേട്ടോ. ഒരു 2 ടീസ്പൂണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള കയ്യിലാണ് ഞാൻ എടുത്തത് കണ്ടോ. 2 ടേബിൾ സ്പൂൺ തന്നെ ഉണ്ടാവും. തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മിക്സ് നമ്മളെ കിച്ചൺ സിങ്ക്, അതേപോലെ നമ്മളെ ബാത്റൂമിലെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, ടോയ്ലറ്റ്, അതേപോലെ ബേസിന്, ഇതിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യുക, ഇതേപോലെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തൈര് മതിയാവും കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മിക്സ് നമ്മൾ വായിലുണ്ടാകുന്ന പുണ്ണ്, അതേപോലെ വായുനാറ്റം എല്ലാം മാറാൻ വേണ്ടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളെ വായിൽ ഒരു 5 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം വായ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. മിച്ചർ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലേ. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മളെ വീട്ടിൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. ചിലപ്പോൾ മിച്ചറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ആ ഒരു തണുത്ത് പോയ മിച്ചർ ഇതേപോലെ ഒരു ഫ്രൈ പാനിലോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി മുരിഞ്ഞ് വാങ്ങിയ പോലെ തന്നെ ആയി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചട്ടിയിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് പുറത്ത് വെക്കുക കേട്ടോ. നമ്മൾ കരിഞ്ഞു പോകാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ടാക്കണം. ഇത് ഇറക്കി വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെ തന്നെ നിൽക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കടലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ചായ എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളികൾക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ചായ കിട്ടണോ അല്ലേ. എന്നാലത് പാക്കറ്റ് പൊടി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് നല്ല അടിപൊളി ചായ കിട്ടും. ലൂസ് വാങ്ങിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് അങ്ങോട്ട് പോരാ അല്ലേ. അപ്പോൾ അത് എന്നാൽ നല്ല ചായ ആക്കി എടുക്കാനുള്ളൊരു ടിപ്സാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ ഞാൻ ലൂസ് ചായപ്പൊടിയാണ് വാങ്ങിയത്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇതേപോലെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പട്ട കേട്ടോ. ഇത് നാടൻ പട്ടയാണ്, നല്ല സ്മെല്ലും കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അതേപോലെ ഒരു 4-5-6 ഏലക്കായ കേട്ടോ. അത് രണ്ടും കൂടി ഇതിലിട്ട് നന്നായി
ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പട്ടയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത് നാടൻ പട്ട ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. നല്ല ഫ്രഷ് ഏലക്കായുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പൊടിയുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുപ്പൊന്ന് ചേർത്തെടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ, സുറുക്ക, അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളച്ച് പോയ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നമ്മളെ വീട്ടിലുള്ള പഴയ കത്തി ഉണ്ടല്ലോ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് റെസ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ കത്തിയാണെങ്കിലും പിന്നെ നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു കേട്ടോ, നല്ല ഉപയോഗിക്കുന്ന കത്തിയായിരുന്നു. കുറച്ച് ദിവസം കാണാതായപ്പോൾ ഇങ്ങനെ ആയിട്ടോ, പിന്നെ മൂർച്ചയും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നന്നായിട്ട് ഉരച്ചെടുക്കുകയാണെങ്കിൽ കത്തി നല്ല ക്ലീൻ ആവുകയും ചെയ്യും, നന്നായിട്ട് മൂർച്ച വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കണ്ടോ. ഇപ്പോൾ ഞാനിതൊന്ന് അരിയുമ്പോൾ നോക്കിയാൽ നല്ല മൂർച്ച വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇന്നത്തെ കാലത്ത് എല്ലാവരും തിരക്കിൻ്റെ ആൾക്കാരാണല്ലോ. ചീര ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടി അരിഞ്ഞെടുക്കാൻ ഭയങ്കര പണിയാണെന്ന് വിചാരിക്കുന്നവർക്കുള്ളൊരു ടിപ്സാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാനെല്ലാം ഇതേപോലെ ഒന്ന് അടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഇതേപോലെ സെറ്റാക്കി എടുക്കാം. സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി വേണ്ടത് നമുക്കൊരു റബ്ബറാണ് കേട്ടോ. നല്ല അത്യാവശ്യം കട്ടിയുള്ള റബ്ബർ എടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കിച്ചൺ കബോർഡ് ഉണ്ടെങ്കിൽ അതിലോ വെച്ചിട്ട് നമുക്ക് എന്ത് ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ. നമ്മൾ അരിയുന്നതിനനുസരിച്ച് റബ്ബർ ഇങ്ങനെ ബേക്കോട്ട് നീക്കി കൊടുത്താൽ മതി. നല്ല സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് നല്ല നീറ്റിൽ അരിഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടോ, നമ്മൾ അരിയുന്നതിനനുസരിച്ച് റബ്ബർ ഒന്ന് ഇതേപോലെ ഒന്ന് ബേക്കോട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടിപ്സാണ്. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ. എൻ്റെ കുക്കറിൻ്റെ സ്ക്രൂ എപ്പോഴും അഴിഞ്ഞു പോകും കേട്ടോ. ഞാൻ കത്തിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു. എന്നാലും 1-2 ദിവസം കിട്ടും. സ്ക്രൂ ഡ്രൈവർ കയ്യിലില്ലാത്തതിനെ കൊണ്ട് എപ്പോഴും ആരുടെത്തേക്കും ഇങ്ങനെ എല്ലാവരുടെത്തേക്കും ഇങ്ങനെ പോകാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സ്ക്രൂ ഡ്രൈവറിൻ്റെ സെറ്റാണ് കേട്ടോ. ടൂൾസ് സെറ്റാണ് ഇത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കുറഞ്ഞ റേറ്റുള്ളൂ, 200 സംതിങ്ങേ വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് എല്ലാ ഇതും ഉണ്ട്, ടൂൾസും ഉണ്ട്. അപ്പം ഇതേപോലെ നമ്മളെപ്പോലെ വീട്ടമ്മമാർക്കൊക്കെ അത്യാവശ്യമുള്ള അടുക്കളയിലൊക്കെ അത്യാവശ്യത്തിനൊക്കെ നമുക്ക് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ, അപ്പോൾ ഈ കണ്ടോ നല്ല ഓർഗനൈസറും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ പ്രൊഡക്റ്റ് ടാഗ് എന്ന് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ടിപ്സുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.